പശ്ചിമേഷ്യയിലെ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഗൾഫ് മേഖലയിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുകയാണ്. ഇതിനിടയിൽ ഇസ്രായേൽ ഇറാനിൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. ഇറാന്റെ എണ്ണ ശേഖരം ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതോടുകൂടി തന്നെ ഇറാന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വൻതോതിലുള്ള വ്യോമാക്രമണത്തിൽ പരസ്യമായി ഇപ്പോൾ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടാണ് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ പ്രവൃത്തിയിൽ അമേരിക്ക ഒട്ടും തൃപ്തരല്ല എന്നതാണ് ഇവിടെ തെളിയിക്കുന്നത്. അമേരിക്ക തങ്ങളുടെ പരസ്യമായ അഭിപ്രായം പങ്കുവച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായി തന്നെ മറ്റു വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതാകട്ടെ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിലും സംശയമില്ല. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ വ്യാപ്തി കണ്ട് ഞെട്ടിയ അമേരിക്കൻ ഭരണകൂടം എന്തിനായിരുന്നു ഇത്ര വലിയ സാഹസം എന്ന ഒരു കർക്കശമായ സന്ദേശമാണ് ഇസ്രായേലിന് കൈമാറിയത് എന്നതാണ് ഇപ്പോൾ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഇരു സഖ്യങ്ങളും തമ്മിലുണ്ടാക്കുന്ന ആദ്യത്തെ പ്രധാന അഭിപ്രായ വ്യത്യാസമാണിതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ആക്രമണമാണിപ്പോൾ വലിയ രീതിയിലുള്ള അതായത് അവരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ 30ഓളം എണ്ണ സംഭരണശാലകൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് മുൻപേ തന്നെ ഇസ്രായേൽ സൈന്യം അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്ര വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വാഷിംഗ്ടൺ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു വ്യക്തമായ കാര്യം. എണ്ണ സംഭരണശാലകൾ കത്തിയെരിയുന്നത് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായേക്കുമെന്നും ഇത് ഇറാന്റെ ഭരണകൂടത്തിന് അനുകൂലമായ പൊതുവികാരം രാജ്യത്തുണ്ടാകും എന്ന് തന്നെയാണ് അമേരിക്ക വലിയ രീതിയിൽ ഭയപ്പെടുന്നത്. ഇതൊരു നല്ല ശക്തമായ ആശയമാണ് എന്നത് ഞങ്ങൾ കരുതുന്നില്ല. ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ എണ്ണ സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തുടർന്നാൽ മേഖലയിലെ ഇന്ധന വിതരണം തടസ്സപ്പെടുത്തും എന്നതാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. അതേപോലെ തന്നെ ലോക വിപണിയിൽ എണ്ണവില ബാരലിന് $200, അതായത് ഏകദേശം 18,461 രൂപ വരെ ഉയർത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഒരു വക്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകളുടെ ഗതാഗതം ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ സൈനിക യൂണിറ്റുകൾക്ക് ഇന്ധനം നൽകുന്ന കേന്ദ്രങ്ങളാണ് തങ്ങൾ തകർത്തതെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയതും. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള ഇന്ധന സംഭരണശാലകൾ കൂടി തകർത്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നതും. അതേപോലെ തന്നെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ നിലവിൽ ആക്രമിച്ചിട്ടില്ല എങ്കിൽ പോലും കത്തിയെരിയുന്ന സംഭരണശാലകളുടെ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുകയാണ്. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തന്നെ ഖൊമേനിയുടെ മകനായ മുജ്തബ ഖൊമേനിയെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പഴയ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖൊമേനി. പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പുരോഹിതരുടെ കൂട്ടായ്മയായ വിദഗ്ധരുടെ അസംബ്ലിയാണ് ഭൂരിപക്ഷ സമവായത്തിൽ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും അതേപോലെ തന്നെ ഇറാൻ പിന്തുണയുള്ള മറ്റ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും മുജ്തബ ഖൊമേനിയെ തന്നെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പിതാവിനെ ഭരണകാലത്ത് തന്നെ മുജ്തബ ഖൊമേനി ഇറാന്റെ സുപ്രീം ലീഡറുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നതായും ഇവിടെ ഇന്റലിജൻസ് സർവീസുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം അതിന്റെ ഗേറ്റ് ക്ലിപ്പിംഗ് നടത്തിയിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അയത്തുള്ള അലി ഖൊമേനിയുടെ മൻസുറെ എന്ന ഒരു രീതിയിലേക്ക് അതായത് ഇവരുടെ ഒരു രണ്ടാമത്തെ മകനായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വാഴ്ത്തപ്പെടുന്നത്. ഇനി എത്രത്തോളം ഇസ്രായേൽ കൂടുതലായുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്നതിൽ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.